യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പൂർണ്ണ ഹൃദയത്തോടുകൂടി എൻ്റെ കർത്താവിനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് ചിന്തിച്ചാൽ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. ഒന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ തേടണം. അതാണ് വചനം പറയുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ എനിക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ സമ്പൂർണത, പൂർണ്ണത എൻ്റെ ഹൃദയത്തിൽ വേണം. ആ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ എനിക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആട്ടിടയന്മാർ ദൈവത്തെ അന്വേഷിച്ചോ, അവർ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ അന്വേഷണം അവരെ ഉണ്ണി ഈശോ ജനിച്ച സ്ഥലത്തേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ രാജാക്കന്മാർ, പൂജ്യരാജാക്കന്മാർ 3 പേര്, അവർക്ക് ലോകത്തിന് അറിവുണ്ടായിരുന്നു, നക്ഷത്രം വഴികാട്ടി, ഒക്കെ ശരിയാ. പക്ഷേ ലോകത്തിന് അറിവ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, ദൈവികമായ ജ്ഞാനം അവർക്കുണ്ടായില്ല. അതുകൊണ്ടാണ് അവർ രാജകൊട്ടാരത്തിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദൈവിക ദർശനം വെളിപ്പെടുത്തുണ്ടാകുന്നു. ആ ദർശനം അനുസരിച്ച്, ദൈവം നൽകിയ അറിവനുസരിച്ച് ഒരു മടക്കയാത്ര ചെല്ലുക. ആ യാത്ര എന്ത് ചെയ്തു? അവർക്ക് ലോകത്തെ രക്ഷിക്കുവാനുള്ള, ജനത്തിന് വേണ്ടി രാജാവായിരുന്ന യഥാർത്ഥ രാജാവിനെ കാണാൻ സാധിച്ചു. ദൈവിക ജ്ഞാനം ഉണ്ടായപ്പോൾ, പ്രിയമുള്ളവരെ, ആട്ടിടയന്മാരെ പോലെ, പാവപ്പെട്ട സഹോദരി സഹോദരന്മാരെ പോലെ, പൂജ്യരാജാക്കന്മാരെ പോലെ ആത്മാർത്ഥമായി ദൈവത്തെ ഞാൻ അന്വേഷിച്ചാൽ കർത്താവിനെ എനിക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ കാണുവാനുള്ള തീക്ഷണമായ ആഗ്രഹത്തിൻ്റെ നിയോഗങ്ങൾ ഇത് വാഗ്ദത്ത പേടകത്തിൽ സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.